അപ്പോൾ ഇന്ന് സ്മിട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലക്ഷറി ചോക്ലേറ്റ് ബ്രാൻഡിൻ്റെ ഒരു അസോർട്ടഡ് ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സാണ് വാങ്ങിച്ചു നോക്കിയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 7 ഫ്ലേവേഴ്സാണ് ഇതിൽ വരുന്നത്. ഈ ഒരു മൊത്തം ഇതിൻ്റെ നെറ്റ് വെയിറ്റ് വരുന്നത് 490 grams ആണ്, അപ്രോക്സിമേറ്റ്ലി 1/2 കിലോയുടെ അടുത്ത്. അതുമാതിരി തന്നെ 7 ഫ്ലേവേഴ്സിൻ്റെ 7 യൂണിറ്റ്സ് വെച്ചാണുള്ളത്. മൊത്തം 49 പീസസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് റോസ്റ്റഡ് ആൽമണ്ട്, dark chocolate sprinkled with raisin, dark chocolate with almond and a twist of orange, creamy milk chocolate with crunchy rice krispies, milk chocolate with roasted nuts and raisins. അപ്പോൾ ഇങ്ങനെ 7 ഐറ്റംസാണ് ഇതിനകത്ത് വരുന്നത്, 7 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. ഇനി ഇതിൻ്റെ മാനുഫാക്ചർ എന്ന് പറയുകയാണെങ്കിൽ രഞ്ജൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ നോർത്തൺ സൈഡ് ബേസ്ഡ് ആയിട്ടുള്ള രഞ്ജൻസ് ന്യൂട്രിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലേവേഴ്സായിട്ട് ഇതിൻ്റെ ട്രൈ നോക്കാം. അപ്പോൾ നമ്മുടെ 7 ഫ്ലേവേഴ്സിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്ലേവർ എടുക്കാം, ക്രഞ്ചി റൈസ് ക്രിസ്പീസ്. അപ്പോൾ ഇതിന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതൊരു നമ്മുടെ മിൽക്ക് ബേസ്ഡ് ചോക്ലേറ്റ് ആയിട്ടുള്ള ക്രഞ്ചി റൈസ് ക്രിസ്പീസാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് കുറേ ഡാർക്ക് ചോക്ലേറ്റ്, അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റൈസ് ബോൾസ്, ക്രിസ്പി റൈസ് ബോൾസ് ആയിട്ടുള്ള സംഭവം കിട്ടും. അത്യാവശ്യം നല്ല അടിപൊളി പ്രസൻറ്റേഷനും പിന്നെ ഇഷ്ടംമാതിരി റൈസ് ബോൾസ് ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. ടേസ്റ്റ് വൈസ് വളരെ റിച്ചും പ്രീമിയം ആയിട്ടുള്ള ഒരു മിൽക്ക് ചോക്ലേറ്റ് തന്നെയാണ്. ഇഷ്ടംമാതിരി റൈസ് ബോൾസിൻ്റെ ഒരു ക്രിസ്പിനെസ്സും ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ചേർന്ന് അടിപൊളിയാണ് ടേസ്റ്റ് വൈസ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് റോസ്റ്റഡ് നട്ട്സ് ആൻഡ് റൈസിൻസ് എടുക്കാം. ഇത് മിൽക്ക് ബേസ്ഡ് ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള റൈസ് ക്രിസ്പീസ് എടുത്തതിൻ്റെ അതേ തന്നെ ടെക്സ്ചറും ഷേപ്പുമാണ്. ഇത് മിൽക്ക് ബേസ്ഡ് ആണ്. പക്ഷേ ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് എന്ന് വരുന്നത് അഡീഷണൽ ചോക്ലേറ്റിനോട് റോസ്റ്റഡ് നട്ട്സ് ആൻഡ് റൈസിൻസ് ആണ്. അപ്പോൾ വേറെ ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. ടേസ്റ്റ് വൈസ് ചോക്ലേറ്റ് വളരെ പ്രീമിയം സ്മൂത്ത് ആയിട്ടുള്ള ചോക്ലേറ്റ് തന്നെ, നേരത്തെ പറഞ്ഞ അതേ ചോക്ലേറ്റിൻ്റെ ടെക്സ്ചർ സെയിം തന്നെ. പിന്നെ അഡീഷണൽ നമുക്ക് കിട്ടുന്നത് റൈസിനും ആൽമണ്ടും ആണ്. അപ്പോൾ റൈസിനാണ് എനിക്ക് കൂടുതൽ ഇതിനകത്ത് കിട്ടിയത്, ആൽമണ്ടിൻ്റെ ബൈറ്റ്സ് കുറച്ചാണ് കിട്ടിയത്. പക്ഷേ അത് സംഭവം ഈ ചോക്ലേറ്റിൻ്റെ കൂടെ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ക്രീമി മിൽക്ക് എടുക്കാം. അപ്പോൾ ഈ മൊത്തം പാക്കിൽ ലാസ്റ്റ് മിൽക്ക് ബേസ്ഡ് ആണ്, ബാക്കിയെല്ലാം ഇനി ഡാർക്കാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ക്രീമി മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇതിന് പ്രത്യേകിച്ച് വേറെ അഡീഷണൽ ഐറ്റംസ് ഒന്നും വരുന്നില്ല, നമ്മുടെ നോർമൽ മിൽക്ക് ചോക്ലേറ്റ് മാതിരി തന്നെ. അപ്പോൾ പ്രസൻറ്റേഷൻ, ഇതിൻ്റെ ഷേപ്പും സൈസും പ്രസൻറ്റേഷനും എല്ലാം സെയിം തന്നെ. പക്ഷേ ഇതിനകത്ത് യാതൊരു ആഡ് ഓൺ കമ്പണൻസും ഇല്ല. ഇനി നമുക്ക് സംഭവം ഒന്ന് ട്രൈ നോക്കാം. ടേസ്റ്റ് വൈസ് നമ്മളിതിന് മുന്നേ കഴിച്ച ആഡ് ഓൺ ഫ്ലേവേഴ്സ് ഇല്ലാതെ അതിൻ്റെ ഒരു പ്ലെയിൻ മിൽക്ക് ചോക്ലേറ്റ്, വളരെ റിച്ചും സ്മൂത്തുമായിട്ടുള്ള ലക്ഷറി ചോക്ലേറ്റ് തന്നെ. സംഭവം ടേസ്റ്റ് വൈസ് കിടിലമാണ്, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ഇതാണ് നമ്മുടെ ആൽമണ്ട് വിത്ത് എ ട്വിസ്റ്റ് ഓഫ് ഓറഞ്ച്, അതായത് ആൽമണ്ടും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറിങ് വരുന്ന ചോക്ലേറ്റ് ആണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സംഭവം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ മാതിരി തന്നെ സിമിലർ കൈൻഡ് ഓഫ് പ്രസൻറ്റേഷനും സിമിലർ കൈൻഡ് ഓഫ് സൈസും ഷേപ്പും എല്ലാം. പക്ഷേ ഇനി നമുക്ക് ഇതിനകത്ത് കഴിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ ടേസ്റ്റ് വൈസ് ഇത് വളരെ പെക്യുലർ ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് ആൽമണ്ടിൻ്റെ കണ്ണിനൊക്കെയും നമുക്ക് വളരെ പെട്ടെന്ന് റിഫ്ലക്ഷൻ കിട്ടുന്നത് ഓറഞ്ചിൻ്റെ ഭയങ്കര കട്ടി ഫ്ലേവറിങ്ങും, അതുപോലെ അതിൻ്റെ തൊലിയുടെ ഒരു ചെറിയ ചെനപ്പോ അങ്ങനെ നമുക്കൊരു ഫീല് കിട്ടില്ലേ. അപ്പോൾ അത് ഇതിനകത്ത് ഭയങ്കര എവിഡൻ്റ് ആണ്. ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറായിട്ട് തന്നെയാണ് ഇറക്കിയേക്കണേ. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷേ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ നമ്മളിന്ന് അടുത്തത് എടുക്കുകയാണ് സ്പ്രിങ്കിൾഡ് റൈസിൻസ്. ഡാർക്ക് ചോക്ലേറ്റ് തന്നെ സ്പ്രിങ്കിൾഡ് റൈസിൻസ്. അപ്പോൾ സംഭവം ഒന്ന് ട്രൈ നോക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ സൈസ് ഷേപ്പ് എല്ലാം സെയിം തന്നെ, പല പ്രാവശ്യം പറഞ്ഞു എന്നാലും വീണ്ടും പറയുകയാണ്, എല്ലാം സെയിം തന്നെയാണ്. ഇനി ഇതിനകത്ത് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ റൈസിൻസ് ഉണ്ടാവും. അപ്പോൾ സംഭവം ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നല്ല പ്രീമിയം ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്, ഉള്ളിൽ റൈസിൻസിൻ്റെ ഒരു ബൈറ്റ്, ചോക്ലേറ്റും റൈസിനും കൂടെ ഒരുമിച്ച് ബൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. അധികം റൈസിൻ ഇതിൻ്റെ അകത്ത് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിതിനകത്ത് ഇപ്പോൾ ഒരു റൈസിൻ ബൈറ്റിനും ഒരു റൈസിൻ ഇതിനകത്തും കാണാം. അപ്പോൾ അധികം റൈസിൻസ് ഇല്ല, പക്ഷേ ടേസ്റ്റ് വൈസ് നല്ലതാണ്, അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ സീരീസിലെ ലാസ്റ്റ് ഐറ്റത്തിലേക്ക് വരികയാണ് ഇൻറ്റൻസ് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് നമ്മൾ നേരത്തെ പ്ലെയിൻ മിൽക്ക് ചെയ്ത മാതിരി തന്നെ വെറുതെ പ്ലെയിൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് സംഭവം ഒന്ന് ട്രൈ ചെയ്യാം. ഇവർ ഓരോ ഫ്ലേവറിനും ഡിഫറെൻറ്റ് കവറിൽ ഡിഫറെൻറ്റ് കളർ കൊടുക്കാനാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. പക്ഷേ നമ്മുടെ ഡാർക്കിൻ്റെ തന്നെ റൈസിനും ആൽമണ്ടിനും മാത്രം വളരെ സിമിലർ ആയിട്ടുള്ള ഗ്രീനാണ് കൊടുത്തത്. അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതുമാതിരി തന്നെ ഇവരുടെ ചോക്ലേറ്റ് വളരെ സ്മൂത്താണ്, നമ്മൾ കയ്യിൽ വെക്കുമ്പോഴേക്കും അതിങ്ങനെ മെൽറ്റ് ആവണതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് വൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
അപ്പോൾ ടേസ്റ്റ് വൈസ് സംഭവം അടിപൊളി ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ്. സംഭവം ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റായി ഇഷ്ടമാവും, കാരണം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതുമാതിരി തന്നെ ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തത് ബാക്കി നമ്മളൊരു പ്രീമിയം ചോക്ലേറ്റ്സ് പുറമേ നിന്നുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന ചോക്ലേറ്റ്സ് ആയിരിക്കുന്നതിൻ്റെ സിമിലർ ഒരു ടെക്സ്ചറാണ് കിട്ടിയേക്കുന്നത്. പിന്നെ അതുമാതിരി തന്നെ ഇത് നമ്മുടെ ഈ ഒരു ബോക്സിലെ സീരീസിലെ ലാസ്റ്റ് ചോക്ലേറ്റ് ആണ്. എല്ലാവരും ചാനൽ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.